സോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ട്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആദ്യം ട്രാഫിക് കോമ്പോണൻസിനെ പറ്റി പറഞ്ഞു. അതിൽ യൂസേഴ്സ് ഉണ്ട്, റോഡ് യൂസേഴ്സ്, അത് പെഡസ്ട്രിയൻസ് ആവാം, വണ്ടി ഓടിക്കുന്നവരാവാം. രണ്ടാമത്തത് വെഹിക്കിൾസ് ആണ്, റോഡിലെ കോമ്പണന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ആ റോഡ് തന്നെയാണ്. ഇനി ഇതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ആദ്യം തന്നെ റോഡ് യൂസേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയായിരുന്നു ഇന്നലെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് വിഷൻ. വിഷൻ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് ആയിരുന്നു പറഞ്ഞിരുന്നത്. പെരിഫറൽ വിഷൻ, അക്യൂട്ട് വിഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഈ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ രണ്ട് ടൈപ്പാണ് പറഞ്ഞിരുന്നു, പെർമനന്റ് ആൻഡ് ടെമ്പററി. ഇതിൽ അക്യൂറ്റി ഓഫ് വിഷൻ ഇതാണ് പെർമനന്റിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് റിയാക്ഷൻ ടൈം. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പൊ അക്യൂറ്റി വിഷൻ ഇന്നലെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഈ അക്യൂറ്റി ഓഫ് വിഷന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, റോഡിലെ ആളുകൾ വായിക്കേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത്, പിന്നെ സൈഡ് ഡിസ്റ്റൻസ് ഡിസൈഡ് ചെയ്യുന്നതിൽ, ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സിലെല്ലാം ഈ ഒരു വിഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്നതാണ്. കാഴ്ച അല്ലേ. രണ്ടാമത്തേതാണ് ഗ്ലെയർ വിഷൻ. ഗ്ലെയർ വിഷൻ ഉദ്ദേശിക്കുന്നത് ഗ്ലെയറിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നു. രാത്രി കാലങ്ങളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വണ്ടിയുടെ ലൈറ്റിൽ നിന്നുണ്ടാവുന്ന ഗ്ലെയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഓരോരുത്തരുടെയും കഴിവ്, അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അയാൾ വണ്ടി ഓടിക്കുന്നതിനെ ബാധിക്കുന്ന കാര്യമാണ്. രാത്രി പെട്ടെന്ന് മറ്റ് സൈഡിലെ കാറിന്റെ ലൈറ്റിൽ ഇയാൾക്ക് കണ്ണ് മഞ്ഞളിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് കാണാൻ പറ്റാത്ത ഫീലിംഗ് വരികയാണെങ്കിൽ, അത് അയാളുടെ ബിഹേവിയറിൽ ഉണ്ടാവും അല്ലേ. മൂന്നാമത്തേത് ഗ്ലെയർ റിക്കവറി. ഗ്ലെയർ റിക്കവറി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ പെട്ടെന്നൊരു ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഹൈ ബീം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു, കുറച്ച് നേരത്തേക്ക് നമുക്ക് അത് കണ്ണിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ആ ഒരു റിക്കവറി ടൈം അത് ഫാസ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അയാളുടെ റോഡിലെ ബിഹേവിയർ. അപ്പോൾ നമുക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ലേറ്റസ്റ്റ് വണ്ടികളിലൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഹാലജൻ ലാമ്പുകളും അല്ലെങ്കിൽ ആ രീതിയിൽ ഹൈ ഫോക്കസിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ലൈറ്റുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല വണ്ടിയിൽ. പക്ഷെ അവർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന ഡയറക്ഷനിൽ വരുന്ന വണ്ടികൾക്ക്, ഡ്രൈവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഒറ്റ ഉദ്ദേശം ഉണ്ടാവുള്ളൂ, അല്ലാതെ സ്വന്തം കാണാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അങ്ങനെ ഹൈ ബീം കണ്ണിലടിക്കുന്ന സമയത്ത് ഈ വണ്ടിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അയാളുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ടാവും. അതാണ് ഗ്ലെയർ റിക്കവറി. അത് തിരിച്ച് നോർമൽ കണ്ടീഷനിലേക്ക് അയാൾക്ക് എടുക്കുന്ന ടൈം, കണ്ണ് മഞ്ഞളിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള ടൈം. നെക്സ്റ്റ് ഈസ് എ ഡെപ്ത് ജഡ്ജ്മെന്റ്. ഡെപ്ത് ഉദ്ദേശിക്കുന്നത്, റോഡിലെ ഡെപ്ത് എന്ന് പറയുന്നത്, നമ്മളെ വിഷനിലെ ഡെപ്ത് എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ, ഒരു വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് മുന്നിൽ വരുന്ന എത്ര ദൂരമുള്ള വണ്ടികളെ ഇയാൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും കാണാനും പറ്റുന്നുണ്ട്, പിന്നെ എത്ര ഡിസ്റ്റൻസിലാണ് ആ വണ്ടി ഉള്ളത് എന്ന ഒരു ഐഡിയ, അത് എത്രത്തോളം ട്രൂ ആണ്, അതാണ് ഡെപ്തിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ദൂരെ നിന്ന് വരുന്ന വണ്ടി കൃത്യമായിട്ട് ഇത്ര ദൂരെ നിന്നാണ് വണ്ടി വരുന്നത് എന്നുള്ളത് അയാളുടെ മനസ്സിലാക്കുന്നത് പെർഫെക്റ്റ് ആണെങ്കിൽ അത് അയാളുടെ വിഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ, ഡെപ്ത് ജഡ്ജ്മെന്റ്. അതുപോലെ റിയർ വ്യൂ മിററിലും ഇൻസൈഡിലൊരു മിറർ ഉണ്ടാവും ബാക്കിൽ കാണാൻ. അപ്പൊ ഇതിലൊക്കെ വരുന്ന ഇമേജിന്റെ ഡിസ്റ്റൻസ് ക്ലിയർ ശരിക്കും മനസ്സിലാക്കാൻ, എത്ര ദൂരാണെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ഈ ഡെപ്ത് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അത് വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന അയാളുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നു. നെക്സ്റ്റ് ഇസ് ദ ഹിയറിംഗ് കപ്പാസിറ്റി. ഹിയറിംഗ് കപ്പാസിറ്റി, കേൾവിശക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ചും പെഡസ്ട്രിയൻസിന്. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് ബാക്കിൽ വേറൊരു വണ്ടി വരുന്ന സമയത്തൊക്കെ അത് അറിയണമെങ്കിൽ പെഡസ്ട്രിയന്റെ ഹിയറിംഗ് കപ്പാസിറ്റി പെർഫെക്റ്റ് ആയിരിക്കണം. ദെൻ സ്ട്രെങ്ത്, ഈ ഹെൽത്ത് അല്ല ആരോഗ്യം അല്ലെങ്കിൽ ഒരു മസിൽ പവർ എന്നുള്ളത് എപ്പോഴും ആവശ്യമില്ല. വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് പൊരിച്ചെടുക്കൊന്നും വേണ്ട. പക്ഷേ പാർക്കിംഗ് മാനോവറിൽ, പ്രത്യേകിച്ചും ഹെവി ലോഡഡ് വെഹിക്കിൾ, വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഹെൽത്ത് വേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ഈ നമുക്ക് അറിയാം, ലോറി, വലിയ ലോറികളും ബസ്സുകളൊക്കെ ഓടിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ടയറിംഗ് ആണത് വർക്ക്. കാരണം ആ വണ്ടി അത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് മാനുവറിന് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ആവശ്യമുണ്ട്. അപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മസിൽ പവർ മാത്രമല്ല, കുറച്ച് നേരം റീറ്റെയിൻ ചെയ്യുക ഈ ഒരു പർട്ടിക്കുലർ എനർജി. ആ ഒരു കുറച്ച് ദൂരം പോകുമ്പോഴേക്കും ക്ഷീണിച്ചു പോകുന്ന ഒരു അവസ്ഥയല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും.
കുറച്ച് ദൂരം റൺ ചെയ്താൽ അയാൾക്ക് വലിയ ക്ഷീണം വരില്ല. ഈ ഒരു അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത് സ്ട്രെങ്ത് എന്നുള്ളത്. ദെൻ ദർ ഇസ് റിയാക്ഷൻ ടൈം. റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ കണ്ടാൽ, റോഡിലൊരു സിറ്റുവേഷൻ, അത് റോഡിലെ സിറ്റുവേഷൻ ഉദ്ദേശിക്കുന്ന ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു വേറൊരു വണ്ടി മുന്നിലേക്ക് ചാടുന്നതായിരിക്കാം, ഒരാൾ മുന്നിലേക്ക് എടുത്ത് ചാടുന്നതായിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വരുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ എടുക്കുന്ന ടൈമാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ റോഡിലൊരു കുട്ടി പെട്ടെന്ന് ചാടി വന്നു, അപ്പൊ അത് കുട്ടിയാണെന്നും ഇങ്ങനൊരു സാധനം മുന്നിലുണ്ടെന്നും അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യണമെന്നും ഇന്ന റിയാക്ഷൻ എടുക്കണമെന്നും എടുക്കുന്ന ഒരു ഡിസിഷൻ എടുത്തിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മാറിപ്പോവുക എന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ ഒരു പ്രോസസ്സിന് എടുക്കുന്ന ടൈമാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഇത് 2 to 2.5 seconds ആണ് സ്റ്റാൻഡേർഡ് വാല്യൂഡ് പറയുന്നത്. ഈ ഒരു റിയാക്ഷൻ ടൈം ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. അവരുടെ മെന്റൽ ഫിസിക്കൽ കണ്ടീഷനൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്ക് ടൈം എടുക്കും. ചിലർക്ക് വളരെ ക്വിക്ക് ആയിരിക്കും, 1 സെക്കൻഡിനുള്ളിൽ തന്നെ അവർ ലെസ് ദാൻ 1 സെക്കൻഡിൽ റിയാക്ട് ചെയ്തിരിക്കും. ചിലർ 2.5 സെക്കൻഡിൽ കൂടുതൽ തന്നെ ഉപയോഗിച്ചേക്കാം. സോ ദാറ്റ് ഇസ് ദ റിയാക്ഷൻ ടൈം. This also is a character which is deciding അല്ലെങ്കിൽ affecting their behavior on the road. ഇനി ടെമ്പററി ഫാക്ടേഴ്സ്. ടെമ്പററി ഫാക്ടേഴ്സിൽ ഒന്ന് ഫാറ്റീഗ്, ദാറ്റ് ഇസ് ക്ഷീണം. കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്ഷീണം. ആ സമയത്ത് ചിലപ്പോൾ അയാളുടെ ബ്രെയിൻ അത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ റിയാക്ഷൻ ഒക്കെ കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആൽക്കഹോൾ കണ്ടന്റ് വരുന്ന സമയത്തും അയാൾ റിയാക്ഷൻ ടൈമിനെ ബാധിക്കും. അപ്പോൾ റിയാക്ഷൻ ടൈമിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി എന്നാണ്. അത് എന്തിനെയാ ബാധിക്കുക? അയാളുടെ മാനോവറിനെയും. ചിലപ്പോൾ വണ്ടി സിഗ്സാഗ് ആയിട്ട് മൂവ് ചെയ്യും, അയാൾക്ക് അറിയില്ല ഇത് നേരെയാണോ പോകുന്നത് അല്ലയോ എന്നുള്ളത്. അത് പാർക്ക് ചെയ്യുന്ന സമയത്ത് വേറെ വണ്ടിനെ ഇടിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള അബ്നോർമൽ ബിഹേവിയർ ആ സമയത്ത് ഉണ്ടാവാം. ദെൻ ഡ്രഗ്സ് ആൻഡ് ഇൽനെസ്, അത് നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചു. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് അല്ല, ഇവിടെ മരുന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില മെഡിസിൻ ഇതുപോലൊരു ഒരു ഉറക്കം തൂങ്ങുന്ന ഫീലിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒക്കെ ടെമ്പററി ആണത്. അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും അതും ഈ ഡ്രൈവിംഗ് ബിഹേവിയറിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്, അല്ലെ? അപ്പൊ ഈ ടെമ്പററി ഫാക്ടേഴ്സ് റെഡ്യൂസസ് ദ അലേർട്ട്നെസ്, അലേർട്ട് ആയിരിക്കാനുള്ള കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇൻക്രീസസ് ദ റിയാക്ഷൻ ടൈം ഡിലേ വരും. ആൻഡ് അഫക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ജഡ്ജ്മെന്റ്. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് ഡിസിഷനെ ബാധിക്കുന്നുണ്ട്, അല്ലെ? ദീസ് ആർ ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റോഡ് യൂസർ. ഇനി ആ റിയാക്ഷൻ ടൈമിനെ മാത്രം, നമ്മൾ കഴിഞ്ഞ ദിവസം വിഷനെ പറ്റി പറഞ്ഞ പോലെ റിയാക്ഷൻ ടൈമിൽ ഒരു തിയറിയും കാര്യങ്ങളുണ്ട്. അതൊന്ന് നോക്കാം നമുക്ക്. ശരിക്ക് റിയാക്ഷൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് വിഷൻ കഴിഞ്ഞാൽ പിന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡ്രൈവർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിനൊരു പേര് പറയുന്നത് പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം എന്ന് പറയും. PRT, പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം. അല്ലെങ്കിൽ വേറൊരു പേരാണ് PIEV, പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വൊലീഷൻ. പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വൊലീഷൻ ടൈം, അതാണ് PIEV ടൈം. അപ്പൊ പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം ഉണ്ട്, PIEV ടൈം ഉണ്ട്. അപ്പൊ PRT തിയറി അല്ലെങ്കിൽ PIEV തിയറി എന്താണെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഡിവൈഡ് ചെയ്ത് ഒന്ന് എക്സാക്ട് നോക്കാം എന്താണ് പെർസെപ്ഷൻ. മുന്നിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ. ഇപ്പൊ മുന്നിലൊരു സാധനം വന്നു, അതൊരു കുട്ടി ചാടിയതാണോ അല്ല അവിടെ ഒരു കല്ലാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേറെ വണ്ടി വരികയാണ്, അത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇടിക്കാൻ സാധ്യത ഉണ്ടെന്നോ. നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഒരു റൈറ്റ് ടേൺ എടുക്കുന്ന ഒരു വണ്ടി ഉണ്ടാവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ അയാൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇപ്പൊ പോകുന്ന സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടൈം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിന് റിയാക്ഷൻ ചെയ്യണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അപ്പൊ ഐഡന്റിഫൈ ചെയ്തു, സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിന് റിയാക്ഷൻ ചെയ്യണം എന്ന തീരുമാനവും എടുക്കുന്ന ആ ടൈം, ദാറ്റ് ഈസ് ദ പെർസെപ്ഷൻ ടൈം. ദ പെർസെപ്ഷൻ ടൈം ഇൻക്ലൂഡ്സ് ഡിറ്റക്ഷൻ, മനസ്സിലാക്കുക, കാണുക, ഒരു സാധനം കാണുക. Then identification and decision elements involved responding to an action. കണ്ടു, മനസ്സിലാക്കി, ഡിസിഷൻ എടുക്കണം തീരുമാനിച്ചു, എന്ത് ഡിസിഷൻ എടുക്കാമെന്ന് പോവുകയും ചെയ്യാണ്. അപ്പൊ ഇത്രയും പ്രോസസ്സിന് എടുക്കുന്ന ടൈമാണ് പെർസെപ്ഷൻ ടൈം. Whereas the reaction time is the time taken for the implementation of that physical response. ഇപ്പൊ ബ്രേക്ക് ഇടണം എന്നാണ് വിചാരിച്ചതെങ്കിൽ ആ ബ്രേക്ക് പെഡലിൽ കാല് വെക്കുന്നത് മുതൽ വണ്ടി നിൽക്കുന്നത് വരെയുള്ള ടൈമാണ് അല്ലെങ്കിൽ വണ്ടി കൺട്രോൾഡ് ആവുന്ന സമയം വരെയാണ് ദാറ്റ് റിയാക്ഷൻ ടൈം.
അപ്പോൾ സിറ്റുവേഷൻ കണ്ട് മനസ്സിലാക്കി ബ്രേക്കിൽ കാല് വെക്കുന്നത് വരെ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് തിരിക്കണമെന്ന് വണ്ടി വെട്ടിക്കണമെന്ന് മനസ്സിലാക്കുന്നത് വരെ ഉള്ള ടൈമാണ് പെർസെപ്ഷൻ ടൈം. വണ്ടി വെട്ടിച്ച് മുന്നോട്ട് പോയി അല്ലെങ്കിൽ ബ്രേക്ക് ഇട്ട് കൺട്രോൾ ചെയ്തു, ഈ പ്രോസസ്സാണ് റിയാക്ഷൻ ടൈം. അപ്പോൾ പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം മനസ്സിലായല്ലോ. അതാണ് റിയാക്ഷൻ ടൈം. ജനറലി റിയാക്ഷൻ ടൈം എന്ന് പറയും, പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം അല്ലെങ്കിൽ PIEV ടൈം, പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വോളിഷൻ. അപ്പോൾ ഈ ഒരു പെർസെപ്ഷൻ റിയാക്ഷൻ കാര്യം മനസ്സിലാക്കി ഡിസൈഡ് ചെയ്തു ആക്ട് ചെയ്തു. ഈ ഒരു ടൈമിന് ശരിക്ക് ഡിഫറെന്റ് കോമ്പണൻസ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വോളിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുക, വാട്ട് ഈസ് PIEV തിയറി, അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ PRT തിയറി, വാട്ട് ഈസ് മീൻ ബൈ PIEV, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ PIEV എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെ നമുക്ക് എഴുതേണ്ടത് ഇത്രയാണ്. PIEV തിയറി ഈസ് എക്സ്പ്ലെയിനിങ് ദ പെർസെപ്ഷൻ റിയാക്ഷൻ ടൈം. പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത് ഈ സെന്റൻസ് എഴുതി വെക്കുക. പെർസെപ്ഷൻ ടൈം ഈസ് ദ time which is including detection, identification and decision elements involved responding to an action. Reaction time is the time taken to do the things അല്ലെങ്കിൽ to initiate the physical response. ഇനി ഇതിലെ ഡിഫറെന്റ് കോമ്പണൻസും കൂടി നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ ടൈം ഇത്രയും കാര്യങ്ങൾ അതിൽ ചെയ്തിരിക്കും. അതിൽ ആദ്യത്തെ 3 എണ്ണമാണ് പെർസെപ്ഷൻ എന്ന പ്രോസസ്സിൽ വരുന്നത്, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ റിയാക്ഷൻ എന്ന പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ ഇപ്പൊ നമ്മൾ പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വോളിഷൻ എന്ന് പറഞ്ഞു. അപ്പൊ പെർസെപ്ഷൻ എന്ന് പറയുന്ന പോർഷൻ ആണ് ഇത്. വിഷൻ, അവയർനെസ്. ഈ സമയത്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മുന്നിൽ എന്തോ സംഭവം ഉണ്ട്, നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഒരു സാധനം മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ടൈം. ഡിറ്റക്ഷൻ. ഇൻ ദിസ് ഫേസ് ആൻ ഒബ്ജക്ട് ഓർ എ കണ്ടീഷൻ ഓഫ് കൺസേൺ, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സാധ്യത, ഒരു കാര്യം മുന്നിലുണ്ട്. എൻറ്റേഴ്സ് ദ ഡ്രൈവേഴ്സ് ഫീൽഡ് ഓഫ് വിഷൻ, അയാളെ കാഴ്ചയിൽ വരുന്നു. And the driver becomes consciously aware that something requiring a response is present. പ്രതികരിക്കേണ്ട എന്തോ ഒരു സാധനം മുന്നിലുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കുന്നു. ആ ഒരു ടൈം, ദാറ്റ് ഈസ് എ ഡിറ്റക്ഷൻ. ക്ലിയർ അല്ലേ? ഇൻ ദിസ് ഫേസ് ആൻ ഒബ്ജക്റ്റ് ഒരു കണ്ടീഷൻ ഓഫ് കൺസേൺ, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സാധനം മുന്നിലുണ്ട് എന്ന് അയാളുടെ കാഴ്ചയിൽ പരിധിയിലുണ്ട്, അതിനെ നമ്മൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യപ്പെടേണ്ട ഒരു സാധനം മുന്നിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ടൈമാണ് ഡിറ്റക്ഷൻ ടൈം. ദാറ്റ് ഈസ് വേറെ അതി പറയുകയാണെങ്കിൽ പെർസെപ്ഷൻ അല്ലെങ്കിൽ വിഷൻ അവയർനെസ് എന്ന് പറയുന്നു. ദെൻ ഐഡന്റിഫിക്കേഷൻ. അതെന്താണ് ആ സാധനം? അതിന് എന്തോ സാധനം ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ അതെന്താണ്, അതിനെങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്ന് ആലോചിക്കുന്ന ടൈമാണ് ഐഡന്റിഫിക്കേഷൻ. അതിന് വേറെ പേരാണ് ഇന്റലക്ഷൻ ടൈം അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ടൈം എന്ന് പറയും. ഇന്റലക്ഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ടൈം. ദ ഡ്രൈവർ അക്വയർസ് സഫിഷ്യന്റ് ഇൻഫർമേഷൻ കൺസേണിംഗ് ദ ഒബ്ജക്ട്. ആ വസ്തുവിനെ പറ്റിയുള്ള കൂടുതൽ വിവരം അയാൾക്ക് കൃത്യമായി കിട്ടിക്കഴിഞ്ഞു. ഒരു കണ്ടീഷൻ ടു അലോ ദ കൺസിഡറേഷൻ ഓഫ് എൻ അപ്രോപ്രിയറ്റ് റെസ്പോൺസ്. എന്തോ ചെയ്യണം, അതെന്താണ് എന്ന് ക്ലിയർ ആയിട്ട് അയാൾക്ക് മനസ്സിലായി. ആദ്യ സ്റ്റേജിലെ ഡിറ്റക്ഷൻ സ്റ്റേജിൽ എന്തോ ഉണ്ടെന്നേ മനസ്സിലായിട്ടുള്ളൂ, എന്തോ ഉണ്ട്, നമ്മൾ പ്രതികരിക്കണം. രണ്ടാമത്തെ സ്റ്റേജിൽ അത് ഇന്ന സാധനമാണ്, അത് ഇങ്ങനെ പ്രതികരിക്കണം, ഇങ്ങനെ പ്രതികരിച്ചാൽ മതിയാവും എന്ന രീതിയിലേക്ക് എത്തി. മൂന്നാമത്തെ ഡിസിഷൻ, ഓക്കെ ഇനി തീരുമാനം എടുക്കണം, എന്താണ് ചെയ്യേണ്ടത്. വൺസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഒബ്ജക്ട് ഓർ കണ്ടീഷൻ ഈസ് സഫിഷ്യന്റ്ലി കംപ്ലീറ്റഡ്, വ്യക്തമായി മനസ്സിലാക്കി അതിനുശേഷം ദ ഡ്രൈവർ മസ്റ്റ് അനലൈസ് ദ ഇൻഫർമേഷൻ, കാര്യങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി അനാലിസ് ചെയ്യുന്നു. ആൻഡ് മേക്സ് എ ഡിസിഷൻ അബൌട്ട് ഹൗ ടു റെസ്പോണ്ട്, എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ വെട്ടിക്കണോ അല്ല നിർത്തണോ, പെട്ടെന്നൊരു കുഴി കണ്ടു മുന്നിൽ, വെട്ടിച്ചു പോണോ അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തിയിട്ട് സ്ലോ ചെയ്ത് മെല്ലെ ഇറങ്ങി കയറി പോണോ എന്നൊക്കെ. ഈ വെട്ടിക്കാന്ന് പറയുമ്പോൾ പ്രശ്നം എവിടെയാണ് വരുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാക്കിൽ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് വലത്തേക്ക് വെട്ടിക്കാൻ പറ്റില്ല, ആക്സിഡന്റ് ആവും അല്ലേ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഒരു കുഴിയുണ്ട്, എന്തോ സാധനം റോഡിലുണ്ട്, കുഴിയാണെന്ന് മനസ്സിലാക്കി ഇനി റെസ്പോണ്ട് ചെയ്യണം. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? വെട്ടിക്കണോ സ്ലോ ചെയ്യണോ? ഇത് തീരുമാനിക്കുന്നതാണ് ഡിസിഷൻ പ്രോസസ്. അപ്പൊ ഈ 3 സ്റ്റേജിലാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജ് എന്താണ്? റെസ്പോൺസ് ആണ്, ആക്ട് ചെയ്യാണ്, ഫിസിക്കൽ ആക്ഷൻ ആണ് സമയത്ത്. ആഫ്റ്റർ ഡിസിഷൻ ഹാസ് ബീൻ റീച്ച്ഡ് ദ റെസ്പോൺസ് ഈസ് നൗ ഫിസിക്കലി ഇംപ്ലിമെന്റഡ് ബൈ ദ ഡ്രൈവർ. അല്ലെങ്കിൽ ഫിസിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സാധനം, ദാറ്റ് ഈസ് എ വോളിഷൻ ടൈം അല്ലെങ്കിൽ ഫിസിക്കൽ റെസ്പോൺസ് ടൈം. ഓക്കെ, ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ടൈം. ഇതാണ് ഈ ഒരു പോർഷൻ ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് PIEV തിയറി എന്താണെന്ന് ചോദിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് തന്നെ ഈ റെസ്പോൺസ് ടൈം ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയേഴ്സ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് 1 സെക്കൻഡ് ആണ്. അതേസമയത്ത് ആഷ്ടോ, അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഹൈവേ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഒഫീഷ്യൽസ്, അതാണ് സംഭവം, ആഷ്ടോ പറഞ്ഞിരിക്കുന്നത് 2.5 സെക്കൻഡ് വരെ ഉപയോഗിക്കാം എന്ന് പറയുന്നു.
അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയേഴ്സ് പറയുന്നത് 1 സെക്കൻഡും ആസ്റ്റോ പറയുന്നത് 2.5. ഇത് നിങ്ങൾക്ക് നോട്ടിൽ ആ ഒരു എക്സ്പ്ലനേഷനിൽ ആഡ് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയേഴ്സ് റെക്കമെൻഡിങ് 1 സെക്കൻഡ്സ് ആൻഡ് ആസ്റ്റോ റെക്കമെൻഡ്സ് 2.5. ആസ്റ്റോ എന്ന് പറഞ്ഞാൽ തന്നെ അത് വേൾഡിൽ അറിയുന്ന ഒരു വാർഡാണ്. അപ്പോൾ എക്സ്പ്ലനേഷൻ ഫുൾ ലെങ്ത് എഴുതണമെന്നില്ല, ആസ്റ്റോ എന്ന് മാത്രം എഴുതിയാൽ മതി. AASHTO. ആസ്റ്റോ റെക്കമെൻഡ്സ് 2.5 സെക്കൻഡ്സ്. ഇനി അടുത്തൊരു ടേമാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ്. ഇപ്പോൾ റിയാക്ഷൻ ടൈം ഇപ്പോൾ 2.5 സെക്കൻഡ് ആണെന്ന് വിചാരിച്ചോ. റിയാക്ഷൻ ടൈം ഈ 2.5 സെക്കൻഡിൽ വണ്ടി വെറുതെ ഇരിക്കുന്നില്ലല്ലോ. വണ്ടി വന്ന അതേ സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല, വണ്ടി ഒറ്റയ്ക്ക് പോവാണ്. നമ്മളെ കൺട്രോളിന്റെ പുറത്താണ് വണ്ടി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിങ് ദിസ് റിയാക്ഷൻ ടൈം ഈസ് കോൾഡ് ദ റിയാക്ഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. ആ സമയത്ത് വണ്ടി മൂവ് ചെയ്യും. അപ്പോൾ ഈ PRT, അതായത് പെർസെപ്ഷൻ റിയാക്ഷൻ ടൈമിൽ വണ്ടി മുന്നോട്ട് പോവാണ്. That distance is the reaction distance, and it is nothing but simply velocity of that vehicle at ആ സമയത്ത് ഉണ്ടാകുന്ന വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്കറിയാലോ വെലോസിറ്റി ഇൻ ടൈമാണ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ വണ്ടിയുടെ ആ സമയത്തെ വെലോസിറ്റിയും നമ്മൾ റിയാക്ഷൻ ടൈം 2.5 സെക്കൻഡ്സ് ആണ് എടുക്കുന്നതെങ്കിൽ സാധാരണ ജനറലി 2.5 സെക്കൻഡ് ആണ് എടുക്കാറ്. അപ്പോൾ 2.5 സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ, അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തിരിക്കും. ദാറ്റ് ഇസ് ദ റിയാക്ഷൻ ഡിസ്റ്റൻസ്. ഓക്കെ. ഇനി ഈ RTIനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അയാളുടെ വയസ്സ് ഒരു പ്രശ്നമാണ്. ഈ റിയാക്ഷൻ ടൈമിന് വയസ്സ് വലിയ പ്രശ്നമാണ്. ഫറ്റീഗ്, ക്ഷീണം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. ദെൻ കോംപ്ലക്സിറ്റി ഓഫ് ദ റിയാക്ഷൻ, ആകെ കൺഫ്യൂഷനായി, ആകെ പേടിച്ചു, ആങ്സൈറ്റി വന്നു, അയ്യോ ഒരാൾ കുട്ടി ചാടിയിൽ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ പേടി ഉണ്ടാവും ചിലപ്പം ഡ്രൈവിംഗ് ചില ആൾക്കാർക്ക്. അത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയും. പിന്നെ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അതുണ്ടെങ്കിൽ. പിന്നെ ഇതിനെ ബാധിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ് സ്കില്ല്, എക്സ്പീരിയൻസ്, ഇതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്. കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പറഞ്ഞ ഒരു റോഡ് യൂസറിന്റെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ നോളജ്, ഈ സാധനം പറ്റിയിട്ടുള്ള അറിവ്, പിന്നെ അയാളുടെ സ്കില്ല്, പിന്നെ ഇന്റലിജൻസ്, എക്സ്പീരിയൻസ്, ലിറ്ററസി, ഇത്രയും കാര്യങ്ങളാണ് ഈ മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. നോളജ് എന്ന് പറയുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത്? വെഹിക്കിളിനെ പറ്റിയിട്ട് നോളജ്. വണ്ടി ഇങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ലാതെ മണം വരുന്നു ബ്രേക്കിൽ എവിടെയോ, അപ്പൊ അത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം മനസ്സിലാക്കാനുള്ള ഒരു അറിവുണ്ടല്ലോ, വണ്ടീനെ പറ്റിയുള്ള അറിവ്, അത് വളരെ ആവശ്യമാണ്. പിന്നെ ട്രാഫിക് ബിഹേവിയർ, ആൾക്കാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന കാര്യങ്ങൾ. പിന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ്, എങ്ങനെ റോഡിൽ മൂവ് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണ് മൂവ് ചെയ്യേണ്ടത്, ലൈൻ ട്രാഫിക് കീപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ റോഡിന്റെ വലതുഭാഗത്തൂടെയാണോ മൂവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറെ നോളജ് വളരെ ആവശ്യമാണ്. പിന്നെ റോഡിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ, നേരത്തെ നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, പാർക്കിംഗ് പാടുണ്ടോ ഇല്ലയോ എന്നുള്ള സൈൻ, കീപ്പ് ലെഫ്റ്റ് എന്നുള്ള സൈൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും. ഇപ്പോൾ വട്ടത്തിൽ 40 എന്ന് കണ്ടാൽ എന്താണ്, ഒരു വെള്ള വട്ടം റൗണ്ടിൽ പുറത്തേക്ക് റെഡ് ലൈൻ ഉണ്ടാവും, ഉള്ളിൽ 40 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിനർത്ഥം 40 km/h പോകാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നോളജ്, അത് മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതാണ്. പിന്നെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അത് അയാൾ എക്സ്പീരിയൻസിന്, സ്കില്ലിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ ബ്രേക്കിംഗ് ആക്ഷൻ, റിയാക്ഷൻ ടൈമൊക്കെ അയാളുടെ ഈ ഒരു എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ വേറെ എന്നുള്ളത് ട്രാഫിക് റെഗുലേഷൻസ് ആൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ, അത് കണ്ടു മനസ്സിലാക്കാൻ അയാൾക്ക് ഇന്റലിജൻസും ലിറ്ററസിയും ആവശ്യമാണ്. ഇപ്പൊ പെട്ടെന്ന് ബോർഡിൽ ചില കാര്യത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും, ബട്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമുള്ള റെസ്ട്രിക്ഷൻ ആയിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് ഇന്റലിജൻസും ലിറ്ററസിയും ആവശ്യമാണ് അല്ലേ. സോ ദീസ് ആർ ദ മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റോഡ് യൂസർ. അടുത്തത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഫാക്ടറിൽ സാധാരണ എഫക്ട് ചെയ്യുന്നത് ഒരു റിയാക്ഷന്റെ കേസിലാണ്. പ്രത്യേകിച്ചും ആങ്സൈറ്റി, ഫിയർ, അറ്റന്റീവ്നെസ്, ആങ്ങർ, സൂപ്പർസ്റ്റിഷൻ, ഇംപേഷ്യൻസ്, ഇതൊക്കെ ആണ് ഇയാളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അറ്റന്റീവ്നെസ്, ചില ആൾക്കാർ വളരെ ഏത് സമയത്തും, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ, ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത രീതിയിലായിരിക്കും അല്ലേ. അങ്ങനെ ഒരു പകുതി ഏതോ ലോകത്ത്, ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന പോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അത് അയാളുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട്.
പിന്നെ ഫിയർ, ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു പേടി അത് അയാളെ ബാധിക്കുന്നുണ്ടാവും. പിന്നെ ദേഷ്യം, ഇത് നമ്മൾ കഴിഞ്ഞ സൂചിപ്പിച്ചിരുന്നു, വീട്ടിൽ നിന്ന് ഭാര്യയോടോ മക്കളോടോ ദേഷ്യം അല്ലെങ്കിൽ ഭർത്താവിനോടോ ദേഷ്യപ്പെട്ട് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയിൽ അയാളുടെ റോഡിലെ ബിഹേവിയർ ബാധിക്കും. ദെൻ ഒരു ക്ഷമാശീലം, ബ്ലോക്കിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഹോൺ അടിച്ച് വെറുതെ ഇറിറ്റേറ്റ് ചെയ്തെടുക്കുക, മറ്റുള്ള വണ്ടികളെ, മുന്നിലുള്ള വണ്ടികളെ, ഒരാവശ്യം ഉണ്ടാവില്ല. മുന്നിലെ വണ്ടി വെറുതെ ആരും നിർത്തിയിട്ടില്ലല്ലോ ഒരു ബ്ലോക്കിൽ, അയാൾക്ക് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പോവും. അതിന് ബാക്കിൽ ഇങ്ങനെ ഹോൺ അടിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ആർക്കും റോഡിൽ വെറുതെ ഈ സിഗ്നൽ വെറുതെ ഓഫ് ചെയ്തിട്ടിരിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അവർ മുന്നിൽ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാലേ പോവുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടും ബാക്കിലുള്ള വണ്ടി വെറുതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അയാളുടെ ഇംപേഷ്യൻസ് ആണ്, ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. അതൊക്കെ അയാളുടെ സൈക്കോളജിക്കൽ ഫാക്ടർ ആണ്, അല്ലേ? പിന്നെ ജനറൽ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ട്രാഫിക് ആൻഡ് റെഗുലേഷൻസ്, അത് മെച്യൂരിറ്റി, ഇതൊക്കെ അയാളുടെ സൈക്കോളജിക്കൽ, ഒരു പൊതുവെയുള്ള കാര്യങ്ങൾ, റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, പോലീസുകാരൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുക, കേൾക്കുക. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ഒരു സിഗ്നലിൽ വലത്തേക്ക് പോകേണ്ട ഒരാൾ ലെഫ്റ്റ് കോർണറിൽ വന്നിട്ട് മുന്നിലുള്ള എല്ലാ വണ്ടികളെയും ക്രോസ് ചെയ്തിട്ട് വലത്തോട്ട് തിരിച്ചു പോവുക, ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാം. ഇതൊക്കെയാണ് റോഡിൽ ബിഹേവിയർ ചെയ്യാൻ പാടില്ലാത്തതാണ്, റെഗുലേഷൻസ് റൂളിനെയും അനുസരിക്കാതിരിക്കലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് റോഡിൽ, അല്ലേ? ഇതൊക്കെ മെച്യൂരിറ്റിന്റെ ഭാഗമാണ്, അതും ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. ദെൻ മറ്റ് വണ്ടിക്കാരെയും മറ്റ് ട്രാഫിക്കിനെയും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ദ ലാസ്റ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റോഡ് യൂസർ. എൻവയോൺമെന്റ് ഫാക്ടർ ഉദ്ദേശിക്കുന്നത് കാലാവസ്ഥാ കാര്യങ്ങൾ മാത്രമല്ല, ആ റോഡിലുള്ള മൊത്തം ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇൻ ജനറൽ മീനിങ്ങിലും ബാധകമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തുള്ള ബിഹേവിയർ വേറെ രീതിയിലായിരിക്കും. പിന്നെ റോഡിലെ ട്രാഫിക് സ്ട്രീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പോൾ ഒരു കമേഴ്സ്യൽ ഏരിയയിലുള്ള ട്രാഫിക് സ്ട്രീമിന്റെ പോലെ ആയിരിക്കില്ല ഒരു സിഗ്നൽ ലൈറ്റിലുള്ള ട്രാഫിക്കിന്റെ ബിഹേവിയർ. ഒരു ഹൈവേയിലുള്ള ട്രാഫിക്കിന്റെ സിഗ്നൽ ലൈറ്റിലെ ബിഹേവിയർ ആയിരിക്കില്ല ഒരു സിറ്റി സെന്ററിലുള്ള ട്രാഫിക് സിഗ്നലിലെ ബിഹേവിയർ, അല്ലേ? അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ബിഹേവിയർ വ്യത്യാസം ഉണ്ടാവും. അവിടെ നമ്മളൊരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ നമ്മളെ ഒരു ക്ഷമയില്ലാത്ത അവസ്ഥയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, ആ സ്ട്രീമിനനുസരിച്ച് മൂവ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ എൻവയോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇയാളെ ബാധിക്കുന്നത്. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് മൂവ്മെന്റിന് അയാൾ പോകുന്നത്, ഇപ്പോൾ ഒരു ടൂറിന് പോവുകയാണെങ്കിൽ, അപ്പോൾ ആ ടൂർ ഏരിയയിലുള്ള അല്ലെങ്കിൽ റിക്രിയേഷൻ ഏരിയ, ഒരു ബിസിനസ് ഏരിയ, ഈ ഏരിയയിലൊക്കെ പലതരത്തിലുള്ള മൂവ്മെന്റ് ആയിരിക്കും. അതിനനുസരിച്ച് അയാൾ ബിഹേവിയർ ചെയ്തേ പറ്റുള്ളൂ, അതിനനുസരിച്ച് അഡോപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. ഇതാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് അയാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദ ഫിസിക്കൽ ക്യാരക്ടർ, റോഡ് യൂസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.